ഗോപാലൻകുട്ടി ഒന്നിനും കൊള്ളൂല. സെബാസ്റ്റ്യൻ മഹാബദ്ധം. മുനിസിപ്പൽ കൗൺസിലർ തീരെ പോക്ക. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചുക്കിനും കൊള്ളൂല. MLA പോക്ക, മന്ത്രിമാർ പോക്ക, മുഖ്യമന്ത്രി പോക്ക, എല്ലാരും പോക്ക. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഞാൻ മാത്രമേ നല്ലതുള്ളൂ. ഇത് കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ നിങ്ങള്? ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. കുടുംബം എന്ന് പറയുന്നത് ഉണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും പോരാ. അവിടെ കുട്ടികളോടൊത്ത് പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയും അതിന്റെ അത്ഭുതത്തെ കാണുകയും ചെയ്യണം. പടച്ചോനെ കാണിച്ചു കൊടുക്കണം. പടച്ചോനെ കാണിച്ചു കൊടുക്കേണ്ടത് എവിടെയാ? പള്ളിയുടെ അകത്താണോ പടച്ചോൻ? അല്ല. പടച്ചോന്റെ കുതിർത്ത് കാണണമെങ്കിൽ ഒരു പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് കാണുമ്പോൾ അത് പടച്ചോന്റെ കുതിരത്താണ്. നമ്മുടെ ശരീരം നോക്കൂ. ഈ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? പടച്ചോൻ അത് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് ഏതാണ്? തലയോട്ടിയാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? തലച്ചോറാണ്. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാണ്? എല്ലുകൊണ്ട് പൊതിയാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന അവയവം വയറ്. അപ്പൊ ഈ ചോറാണോ പ്രധാനം എന്ന് നോക്കിയിട്ടാ മനുഷ്യനാണോ മൃഗാണോ എന്ന് തീരുമാനിക്കുക. ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവൻ മനുഷ്യൻ, ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവൻ മൃഗം. മനസ്സിലായോ? ഈ ചോറാണ് പ്രധാനം. അതുകൊണ്ട് സ്മൈൽ, വീടും പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. രാവിലെ കുട്ടികളോടൊത്ത് മുറ്റത്തും വരാന്തയിലും പ്രകാശത്തെ കണ്ടുകൊണ്ട് അല്പനേരം നടക്കുക. സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ ഉണർന്നിട്ട് പോകുന്ന കുട്ടികളുണ്ടോ? ഇപ്പോ 11-12 മണി വരെ മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് 8 മണിയും 9 മണി വരെ കിടന്നുറങ്ങുന്ന ഇബിലീസ് കയറുന്നവരായി മാറുന്നു നമ്മുടെ കുട്ടികൾ. ഇബിലീസ് കയറുന്നത് നമ്മുടെ ചിട്ടകൾ തെറ്റുമ്പോഴാണ്. ഇബിലീസ് ലോകമുള്ളിടത്തോളം കാലം ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഞാൻ കയറിയിട്ട് അവരെ നശിപ്പിക്കുമെന്ന് വാശി വെച്ചിട്ട് ഒരു ഇബിലീസ് നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മളാണ് വഴിമരുന്നിടുന്നത്. അതുകൊണ്ട് സ്മൈൽ, പുഞ്ചിരിക്കുക. രണ്ടാമത് ഓപ്പൺ ദി ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയുക. എല്ലാരും ഒത്തുചേരുന്നിടത്ത് ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. എന്താ വർത്തമാനം? അതാരാ പോകുന്ന? ബഷീറാ, മഹാവൃത്തി കെട്ടവനാ. ഗോപാലൻകുട്ടി ഒന്നിനും കൊള്ളൂല. സെബാസ്റ്റ്യൻ മഹാബദ്ധം. മുനിസിപ്പൽ കൗൺസിലർ തീരെ പോക്ക. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചുക്കിനും കൊള്ളൂല. MLA പോക്ക, മന്ത്രിമാർ പോക്ക, മുഖ്യമന്ത്രി പോക്ക, എല്ലാരും പോക്ക. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഞാൻ മാത്രമേ നല്ലതുള്ളൂ. ഇത് കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ നിങ്ങള്? ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവമുള്ള കുട്ടികളാണോ നിങ്ങളുടെ നാട്ടിൽ എന്ന് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണം പറഞ്ഞു തരട്ടെ ഞാൻ. നിങ്ങൾ 7 മണിക്ക് ശേഷം കാറോ ബൈക്കോ എടുത്തിട്ട് റോഡിലൂടെ പോവുക. എതിരെ വരുന്ന വണ്ടി എത്ര വണ്ടി ഡിമ്മാക്കി തരും? ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഡിമ്മാക്കി തരുന്നത് എത്രയുണ്ട്? പരിശോധിക്കുക. മഹാഭൂരിപക്ഷവും ഡിമ്മാക്കൂല. എന്റെ LED ബൾബിന്റെ പ്രകാശം കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് മുറിച്ചു കിടക്കുന്ന ആളെ കാണാതെ അടിച്ചു തെറിപ്പിച്ചാലും, മതിലിന് പോയി അടിച്ചാലും, കുഴിയിൽ പോയി മറിഞ്ഞാലും ഡിമ്മ് തരൂല്ലടാ ഞാൻ എന്ന് പറഞ്ഞു പോകുന്നവർ ഐ ആം ഓക്കേ, യു ആർ നോട്ട് ഓക്കേ എന്ന മനോഭാവമുള്ളവരാ ഭൂരിപക്ഷ ആളതല്ല ഇപ്പോ. എന്നാൽ ഐ ആം ഓക്കേ, യു ആർ ഓക്കേ, ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല, എന്റെ റോഡാണ്, നിന്റെ റോഡുമാണ്, ഇത് നമ്മുടെ റോഡാണ് എന്ന് ബോധ്യമുള്ള തലമുറയെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഈ ഞാൻ മാത്രം ശരി 5-6 ശരിയായി വളരും. ആ 6 ശരി ഈ ലോകത്തെ എല്ലാ കലാപങ്ങൾക്കും കാരണമാകും. കഴിഞ്ഞ വർഷം ഈ 2025 ഈ ഭൂമിയിൽ 1,49,000 കൊലപാതകങ്ങൾ നടന്നു. അറിയോ? കേരളത്തിൽ 411 കൊലപാതകം. ആയിരക്കണക്കിന് കൊലപാതകം മണിപ്പൂരിൽ നടന്നു, ഗാസയിൽ നടന്നു, ഉക്രൈനിൽ നടന്നു. എല്ലാം കൂടി 1,49,000 കൊലപാതകങ്ങൾ കടുവയോ പുലിയോ കൊന്നതല്ല, മനുഷ്യരെ കൊന്നതാണ്. എന്തു കാരണ? 6 ശരിയാണ് കാരണം. അതിൽ ആദ്യത്തെ ശരിയാണ് ഞാൻ മാത്രം ശരി.
രണ്ടാമത്തെ ശരി എന്റെ ജാതി മാത്രം ശരി, മൂന്നാമത്തത് എന്റെ മതം മാത്രം ശരി, 4 എന്റെ ദൈവം മാത്രം ശരി, 5 എന്റെ പാർട്ടി മാത്രം ശരി, 6 എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരികൾ കൊണ്ടാണ് ലോകത്തിലുള്ള സകല കലാപവും ഉണ്ടാവുന്നത്. അതിന് പകരം എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവാൻ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഹൃദയം തുറന്ന് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നെഗറ്റീവ് പറയണ്ട, വെറുപ്പും അസഹിഷ്ണുതയും പ്രചരിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതാണ് ഓപ്പൺ ദി ഹേർട്ട്. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. ഇപ്പൊ മാങ്ങയുടെയും ചക്കയുടെയും സീസണാണ് അല്ലേ? ഈ മാങ്ങ കൂടുമ്പോ മാവിന്റെ കൊമ്പ് മേലോട്ട് ഉയരുമോ താഴോട്ട് താഴുമോ? ചക്ക കൂടുമ്പോ പ്ലാവിന്റെ കൊമ്പ് മേലോട്ട് ഉയരുമോ താഴോട്ട് താഴുമോ? താഴോട്ട് താഴും. അറിവും സമ്പത്തും കൂടുമ്പോ വിനയം കൂടണം, മുന്നോട്ട് കുനിയണം. അമ്പട ഞാന് എന്ന വേണ്ട. കൊച്ചുകുട്ടികളിലേക്ക് നമ്മൾ താണാലേ, ഞാൻ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാ, മോളെ കുട്ടി വീട്ടിൽ വന്നു, ആ കുട്ടിയെടുത്തൊന്ന് ഓമനിക്കണം. അപ്പൊ അബൂബക്കർ ഹാജി ഇങ്ങനെ നിൽക്കുക, വാ എടുക്കാൻ പറ്റുമോ? കുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടി നമ്മളിലേക്ക് ഉയരൂ. നമ്മുടെ വീട്ടിലെത്തിയ കുട്ടികളിലേക്ക് താഴൂ. ആ കുട്ടികൾക്ക് ആർദ്രതയുണ്ടാക്കൂ. അതുകൊണ്ട് ഫോർവേഡ് ലീൻ, SOFIലെ അടുത്തത് T, ടച്ച്, തൊടണം. കുട്ടികളെ കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ഇസ്ലാം മതത്തിന്റെ ഏറ്റവും മനോഹരമായ അഭിവാദ്യ രീതി എനിക്ക് ഇഷ്ടമാണ്. കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഒരു ചുമലിലും മറ്റേ ചുമലിലും ഒന്ന് തൊടുന്ന പ്രക്രിയയിലെ നമ്മുടെ ശരീരത്തിന്റെ ത്വക്ക് ഒരു ഇന്ദ്രിയമാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, കാത് മാത്രമല്ല, ത്വക്കൊരു ഇന്ദ്രിയമാണ്. അവിടെയാ സ്നേഹഗ്രന്ഥിയുള്ളത്. അവിടെയാണ് നമുക്ക് അനുഭൂതിയോ നിർവൃതിയോ ഉണ്ടായ രോമാഞ്ചം ഉണ്ടാവുന്നത്. ഇനി രോമം ഇല്ലാത്താക്ക് തോലാഞ്ചവും ഉണ്ടാവും. അവിടെ ഒന്ന് സ്പർശിക്കൂ, ഒന്ന് കൈ പിടിക്കൂ, ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഒന്ന് ചുമലിൽ കൈവെക്കൂ. ടച്ച് വേണം, ടച്ച്. പ്രായമായ മനുഷ്യർക്കാണ് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കൊടുത്താൽ പോരാ, മരുന്ന് വാങ്ങിക്കൊടുത്താൽ പോരാ. അവരുടെ അടുത്തിരുന്നിട്ട് അവരുടെ കാലൊന്ന് തടവി കൊടുക്കണം, അവരുടെ പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാണ്. പുറം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്ലിന്ത് ഏരിയ പോകുന്ന പുറത്തിനല്ലേ? കൈകൊണ്ട്, കാലുകൊണ്ട്, തലയുണ്ടല്ല, എന്തെല്ലാം ഉപകാരമുണ്ട്. പുറം കൊണ്ട് ഒരു ഉപകാരമില്ല, അത് ചൊറിയാൻ മാത്രം ഉണ്ടാക്കിയതാ. ഒന്ന് തൊട്, ടച്ച് വേണം. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം. ഇവിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അവിടെ പോകുമ്പോ പാസ്പോർട്ടിനേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ട മൂല്യമുള്ള കാര്യം കണ്ണാണ്, കണ്ണിന്റെ ഫോട്ടോ ആണ്. നിങ്ങളുടെ കണ്ണ് പോലെ മറ്റൊരാൾക്കും കണ്ണില്ല. ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കാറുണ്ടോ? ഉപ്പയും ഉമ്മയും കണ്ണിൽ നോക്കാറുണ്ടോ? അച്ഛനും മക്കളും കണ്ണിൽ നോക്കാറുണ്ടോ? ഞങ്ങളൊക്കെ സമുദായത്തിൽ കണ്ണിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പേരുണ്ടായിരുന്നത്. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി എന്നൊക്കെ പണ്ടത്തെ സൂപ്പർ പേരായിരുന്നു. വിശാലാക്ഷി, വലിയ കണ്ണുള്ളവൾ സുന്ദരിയാ. കണ്ണ് വലിയവൾ സുന്ദരിയാന്ന സങ്കല്പം. മഞ്ജു വാര്യറെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള മറ്റൊരുത്തിന്റെ അടുത്തേക്ക് പോയേ. അതിന്റെ പേരിലല്ലേ ഈ ചൊറ മുഴുവൻ ഉണ്ടായേ. മനസ്സിലായോ? കണ്ണ് പെണ്ണുങ്ങൾക്കാണേ വലിയ കണ്ണ് സൗന്ദര്യം, ആണുങ്ങൾക്ക് ചെറിയ കണ്ണ സൗന്ദര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചേ. ചെറിയ കണ്ണുള്ളവൻ. ആ കണ്ണിൽ നോക്കണം. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും കാണണം. കണ്ണിൽ നോക്കി സംസാരിക്കൂ. അധ്യാപകർക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അധ്യാപകർക്ക് ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഇഷ്ടപ്പെടണമെങ്കിൽ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള സംസാരം ക്ലിയർ ആവണമെങ്കിൽ കുട്ടികൾ ഒന്നേ ചെയ്യണ്ടു, അധ്യാപകന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നാൽ മതി. 1 or 2 കുട്ടികൾ കണ്ണങ്ങ് മാറുമ്പോൾ അധ്യാപകർക്ക് അസ്വസ്ഥത വരും. കാരണം കണ്ണുകളിൽ നിന്നാണ് ഊർജം കിട്ടുന്നത്. ഞാനിപ്പോ നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നത് എന്റെ കയ്യിലല്ലോ, തലയിലല്ല, നെഞ്ചിലല്ല, എന്റെ കണ്ണിലാണ്. മനുഷ്യനും വർത്താനം പറയുമ്പോൾ കണ്ണിലാണ്. അവിടെയാണ് വെളിച്ചം. പുറത്തുള്ള വെളിച്ചത്തെ അകത്തെ വെളിച്ചമാക്കുന്നതാണ് കണ്ണ്. മനുഷ്യൻ അകത്ത് വെളിച്ചമുള്ളവനാണ്.
പക്ഷിമൃഗാദികൾക്കെല്ലാം പുറത്ത് വെളിച്ചമുണ്ട്, പക്ഷെ അകത്ത് വെളിച്ചമില്ല. ഏതെങ്കിലും പക്ഷിമൃഗാദികൾക്ക് സ്വന്തം പേരറിയോ? പട്ടിക്കറിയോ പട്ടിയുടെ പേര് പട്ടിയാണെന്ന്? താൻ ആനയാണെന്ന് അറിയുന്ന ആനയുണ്ടോ? കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ 7 വൻകരയിലെ സ്കൂൾ കുട്ടികളും ഉത്തരം പറയും സിംഹമാണെന്ന്. പക്ഷെ ആ വിവരം ഇതുവരെ സിംഹം അറിയില്ല. സിംഹം അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണം, പരിചാരകന്മാർ വേണം, ഇന്നോവ കാറ് വേണം, സഞ്ചരിക്കാൻ എസ്കോർട്ട് വേണമെന്ന് പറയൂ. ഒന്നുമില്ല. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. അതിന്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. അതിന്റെ പേരിൽ കസേര ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയും സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്നാ സിംഹത്തിന് സിംഹാസനം പോയിട്ട് ഒരു കസേര പോയിട്ട് ഒരു ഓല തടുക്ക് പോലും ഇല്ല ഇരിക്കാൻ. നമ്മളാണ് രാജാവ്, കാട്ടിലെ രാജാവ് സിംഹത്തെ നിശ്ചയിച്ചത്. നമ്മളാണ് ഭൂമിക്കും ആകാശത്തിനും പേര് കൊടുത്തത്. അത് നമ്മുടെ അകത്ത വെളിച്ചമുള്ളത് കൊണ്ടാണ്. പുറത്തെ വെളിച്ചം തരുന്നവനെ അകത്ത വെളിച്ചമായി മാറൂ എന്നാണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഹിന്ദുമതത്തിന്റെ അല്ല. കാരണം ആ പ്രാർത്ഥന ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദുമതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തു മതമില്ല. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താ ഇത് അർത്ഥം എന്നറിയാമോ? ഭർഗസ്, ഊർജത്തിന്റെ ഉറവിടമായ സൂര്യ, നീ അകത്ത വെളിച്ചമായി തീരൂ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയുടെ പ്രചോദനമായി തീരുന്ന. പുറത്ത് വെളിച്ചം തരുന്നവനെ നീ അകത്ത വെളിച്ചമായി തീരൂ എന്ന ആദ്യത്തെ പ്രാർത്ഥന. പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടി എന്ന് പറയും. മനസ്സിലായോ? പുറത്ത് വെളിച്ചം തരുന്ന ആള് കൃഷ്ണൻകുട്ടി. ഇലക്ട്രിസിറ്റി മന്ത്രിന്റെ പേരെന്താ? കൃഷ്ണൻകുട്ടി. അകത്ത് വെളിച്ചം തരുന്ന വിദ്യാഭ്യാസ മന്ത്രിന്റെ പേരെന്താ? ശിവൻകുട്ടി. പിടികിട്ടിയോ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ അകത്ത വെളിച്ചം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കണ്ണുകളിൽ നിന്ന് വെളിച്ചം പരസ്പരം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യണം. മക്കളുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ഐ കോണ്ടാക്ട്. അടുത്തത് ഡെമോക്രാറ്റിക്. നിങ്ങളുടെ വീടും നിങ്ങളുടെ കടയും എല്ലാം ഡെമോക്രാറ്റിക് ആവണം. പരസ്പരം അംഗീകരിക്കുന്ന ശരീരഭാഷയാണ് നോഡിങ്. നോഡിങ് എന്താ? തലകുലുക്കുക. ആ ശരിയാ, സമ്മതിക്കുക. ഭാര്യയും മക്കളും പറഞ്ഞാൽ സമ്മതിക്കണം. പല വീട്ടിലും കുട്ടികൾ സ്വഭാവ വൈകൃതം ഉണ്ടാകുന്നതിന്റെ കാരണം ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും തമ്മിലുള്ള കീരിയും മൂർക്കനും പോലുള്ള സമീപനമാണ്. പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുന്ന അച്ഛനമ്മമാര്, ഉപ്പയും ഉമ്മമാരുള്ള വീട്ടിലെ കുട്ടികൾ നല്ല കുട്ടികളാവും. ഇത് പല വീട്ടിലും ആരാ? എന്താ, ഞാനാ വീടെടുത്തത്, ഞാനാ അരി വാങ്ങുന്നത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്, അതുകൊണ്ട് ഗൃഹനാഥനാരാ? ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ. ഭാര്യ മക്കളോ കട്ടപ്പ അടിമ. ചായ ചോറ് അട്ടഹസിക്കുമ്പോ എടുത്ത് ഓടുക. നോ. വീട്ടിലെത്തിയാൽ ഭക്ഷണം പാചകം ചെയ്യാൻ എന്താ സ്ത്രീകൾക്ക് മാത്രം അറിയാം? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാ. വലിയ മേളകൾക്ക്, വലിയ വിവാഹങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളാ, പുരുഷന്മാരല്ല. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം പുരുഷന്മാരാ. മിക്ക ഹോട്ടലുകളിലെയും പണ്ടാരിമാരാരാ? പുരുഷന്മാരാ, സ്ത്രീകളല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കിക്കൂടെ? എല്ലാവരും കൂടി ഒത്തുചേരുക. അങ്ങനെ ഒത്തുചേർന്നിട്ട് പരസ്പര ബഹുമാനം, പരസ്പര ജനാധിപത്യ ബോധമുള്ള വീടും കടയും ഉണ്ടായാൽ അതൊരു രസമാണ്. അതൊരു രസമാണ്. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. അത്തരത്തിൽ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ഇതിലൂടെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് മനസ്സ് വളർത്താം. ആ മനസ്സിന്റെ വളർച്ചയാണ് മനുഷ്യത്വത്തിന്റെ വളർച്ച. പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ധീരുഭായും അംബാനിയും മുകേഷ് അംബാനിയും ഇന്ത്യയിൽ ഏറ്റവും വലിയ പൈസക്കാരാ. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ മുകേഷ് അംബാനി പറഞ്ഞു, എത്ര പൈസ ഉണ്ടായിട്ടെന്താ, സമാധാനത്തിലൊന്നുറങ്ങാൻ കഴിയാത്തത് കാലമേറെയായി. കാരണം അനുജനും ജ്യേഷ്ഠനും തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല. എന്ത് കാര്യം? ഒരുമിച്ച് കിടന്നുറങ്ങിയ കൂട്ടുകാരെ പോലെ വളർന്ന സഹോദരന്മാര് ഇപ്പോൾ ശത്രുതയിലാണ്. എന്ത് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം 90 വയസ്സ് വരെ ജീവിക്കുന്നെന്ന് വിചാരിക്കുക. 25 വർഷമേ നമുക്ക് മനുഷ്യനാവാൻ സമയമുള്ളൂ. 90 വയസ്സ് വരെ പോരെ? ഓരെങ്ക് കൂട്ടിക്കോട്ടോ. ഞാൻ അത്യാർത്ഥി വേണ്ടെന്ന് വിചാരിച്ചിട്ടാ 90 പറഞ്ഞ്.
90 വയസ്സ് വരെ ഒരു ജീവിക്കുന്ന ഒരാള് 60 കൊല്ലമേ നമ്മൾ ഈ ഭൂമിയിലുള്ളത് അറിയുന്നുള്ളൂ. അറിയോ? 30 കൊല്ലം ഉറക്ക. ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങണ്ടേ? 24-ന്റെ 1/3 ഡെയിലി ഉറങ്ങുന്നില്ലേ? അപ്പൊ 90 കൊല്ലം ഒന്നിച്ചു കൂട്ടിയാ 30 കൊല്ലം ഉറക്കല്ലേ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ടാ മനസ്സിലാവാത്തത്. ഹോൾസെയിലായിട്ട് കൂട്ട് 30 കൊല്ലം നമ്മൾ ഉറക്കാണ്. ആ ഉറക്കത്തിൽ 60 വർഷമേ നമ്മൾ അറിയുന്നുള്ളൂ നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഉറങ്ങുമ്പോൾ നമ്മൾ അറിയോ? അടുത്ത് കിടക്കുന്ന ആൾ അറിയും. കൂർക്കമ്പലി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. ആ 60 കൊല്ലത്തിൽ 15 വർഷം ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കും. അറിയോ? മനുഷ്യന്റെ ആയുസിൽ വീട്ടിൽ നിന്നായാലും ഹോട്ടലിൽ നിന്നായാലും തിന്നാൻ വേണ്ടി പോകുന്നതും വരുന്നതും വിളമ്പുന്നതും തിന്നുന്നതും പാത്രം കഴുകുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം കൂടി 15 വർഷം ഭക്ഷണത്തിന് വേണ്ടിയാ. 15 വർഷം. 60-ൽ 15 പോയാ എത്രയാ? 60-ൽ 15 പോയാൽ ഇനി 45 ഉള്ളൂ. 90 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾക്ക് പകുതി പോയി ഉറങ്ങാനും തിന്നാനും മാത്രം. തിന്നാ പോരല്ലോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയത് കൊണ്ട് മോഹൻലാലും, കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയനും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നരേന്ദ്രമോദിയും ടോയ്ലറ്റ് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ടോയ്ലറ്റ് പോണ്ടേ? എത്ര തവണ മൂത്രമൊഴിക്കാൻ പോണം? എത്ര തവണ മനാരിക്കാൻ പോണം? എത്ര തവണ ടോയ്ലറ്റിൽ ഇരിക്കണം? ആലോചിച്ചിട്ടുണ്ടോ? അത് മൊത്തം കണക്കൂട്ടിയ 90 വർഷത്തെ ടോയ്ലറ്റ് ടൈം 5 വർഷമാണ് മൊത്തം. പണ്ടത്രയില്ല. നാടൻ കക്കൂസുള്ള കാലത്ത് മുട്ടുമടക്കി ഇരിക്കുമ്പോൾ മുട്ട് വേദനിച്ചിട്ട് വേഗം എണീറ്റ് പോരും. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആയപ്പോ എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. അവിടെ ഇരിക്കും, കസേരമേൽ ഇരിക്കും പോലെ. വരുമ്പം വരട്ടെ, അവിടെ ഇരിക്കും. ചെറുപ്പക്കാര് മൊബൈൽ ഫോൺ എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ആടുന്നാണ് പലതും ഡൗൺലോഡ് ചെയ്യുന്നത്. മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെ നിന്ന് ഡൗൺലോഡിങ്, രണ്ടും ഒന്നിച്ച് നടക്കുമല്ലോ അല്ലേ? 5 കൊല്ലം ടോയ്ലറ്റിലുമായി. ഇനി എത്രയാ ബാക്കി? 45-ൽ 5 പോയാൽ 40 ബാക്കി. അതിൽ 10 കൊല്ലം വെറുതെ കിടക്കും. വെറുതെ ഉറങ്ങാൻ കിടക്കുന്നതല്ല, വെറുതെ കിടക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കിടക്കാൻ വെറുതെ. ജനിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം കിടപ്പായിരുന്നില്ലേ കുട്ടിയായിരിക്കുമ്പോ? ഒരു 70 കഴിഞ്ഞാലും കിടപ്പല്ലേ അധിക സമയവും? കിടപ്പല്ലേ അധിക സമയവും? അപ്പൊ അത്തരത്തിൽ പിന്നെ അസുഖം വന്നാലെല്ലാം കിടക്കും. ഒരായുസിൽ 10 കൊല്ലം വെറുതെ കിടക്കും. 40-ന്ന് 10 പോയാത്രയാ പിന്നെ 30 ആ 30-ൽ 5 കൊല്ലം നമ്മൾ കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, മീശ കട്ട് ചെയ്യണ്ടേ, ഷേവ് ചെയ്യണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, മുന്താണിക്ക് പിന്നു കുത്തണ്ടേ, പാൻറ് ഇടണ്ടേ, ബെൽറ്റ് ഇടണ്ടേ, പാൻറ് ഇട്ടിട്ട് പാൻറ് വലിച്ച് ചന്തിന്റെ അടിയിലാക്കണ്ടേ, ജീൻസ് പാൻറ് കീറണ്ടേ. എല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ ഒരായുസിൽ 5 കൊല്ലം. ഈ 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇനി എത്രയാ ബാക്കി? 30-ൽ 5 പോയാൽ 25 കൊല്ലമാണ് ഇനി. നമുക്കൊരായുസിൽ ഈ ഭൂമിയിൽ കിട്ടിയ ജന്മം ഒരു അത്ഭുത ജന്മമല്ലേ? നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്ന് ചാൻസും കൂടി നോക്കാം. അങ്ങനെ ഉണ്ടോ? ഒന്ന് അടുത്ത ജന്മം ഉണ്ടോ? ഈ കിട്ടിയ ജന്മത്തിൽ 25 വർഷം മാത്രമേ മനുഷ്യനാവാനുള്ളൂ. ആ 25 വർഷത്തിൽ നമ്മുടെ കുട്ടികളോട് പറയണം, ആരാം പഠിച്ചു വിടുന്ന റീലും നോക്കി ഗെയിമും കളിച്ചിട്ട് സമയം പോക്കിയിട്ട് എന്തിന് ആ ജന്മം രസകരമാക്കണം. ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. കാരണം ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഈ ജീവിതത്തെ ഒരു കാവ്യ പുസ്തകമാക്കണം. അതിനുണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും മാത്രം പോരാ, മനുഷ്യനാവണം. നല്ല മനുഷ്യനാവാൻ എന്ത് വേണം? നല്ല മനുഷ്യനാവാൻ പടച്ചോന്റെ മകനും ബ്രഹ്മാവിന്റെ സൃഷ്ടിയുമായതുകൊണ്ട് മാത്രം മനുഷ്യനാവില്ല. മനുഷ്യനാവണമെങ്കിൽ മനുഷ്യത്വം വേണം. ആ മനുഷ്യത്വം വേണമെങ്കിൽ മനസ്സ് വേണം. മനസ്സ് വേണമെങ്കിൽ ബുദ്ധി വളർന്നാ പോരാ, ആ മനസ്സ് വളരണം. ആ മനസ്സ് വളരുന്ന ട്യൂഷൻ സെന്ററാണ് ഏത്? കുടുംബം. മനസ്സിലായോ? അതുകൊണ്ട് കുടുംബം ഇമ്പമുണ്ടാവണം. കൂടണം, ഒത്തുചേരണം, ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ അറിയുമോ, ഇന്ത്യ രാജ്യക്കാർ ഭയങ്കര ബുദ്ധിജീവികളായിരുന്നു പണ്ട്. എന്നിട്ട് എന്താ ഇന്ത്യ പുറകോട്ട്? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്നു.
18 പുരാണങ്ങൾ എഴുതിയിരുന്നു, വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ എഴുതിയിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ. 200 കൊല്ലമായിട്ടുള്ളൂ. അതിനേക്കാൾ 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും അന്ന് ലാബറട്ടറി ഇല്ല, മെന്റലിയഫിന്റെ പട്ടിക കണ്ടുപിടിച്ചിട്ടില്ല, ടെസ്റ്റ് ട്യൂബ് ഇല്ല, ഫണലില്ല, സ്റ്റെതസ്കോപ്പ് ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഈ പുസ്തകം എഴുതി വെച്ചത് ചരകനും സുശ്രുതനും. ഇപ്പോഴും നമ്മളെ കോട്ടക്കൽ ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ചവിട്ടി തടവുന്നില്ലേ, അവിടുന്ന് നസ്യം ചെയ്യുന്നില്ലേ, അവിടുന്ന് വസ്തിയും മറ്റൊക്കെ നടത്തുന്നില്ലേ? അന്ന് എഴുതി വെച്ച സാധനം. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞാട്ടെ? ഇത്രയും ബുദ്ധിയല്ല എടുപ്പോയി. ഈ ഹാളിലുള്ള ഏതെങ്കിലും ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? പേന കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഇത് വാർത്ത സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? താറ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന എന്താ പറ്റിയ? നിരന്തരം വികാസം ഉണ്ടായില്ല. ചിന്തയും അധ്വാനവും കൂട്ടിക്കലർത്തിയില്ല. ചിന്തയും അധ്വാനവും കൂട്ടിക്കലർത്തിയില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അക്ഷരാഭ്യാസം ഇല്ല. അതാ ഇന്ത്യക്ക് പറ്റിയത്. പണിയെടുക്കുന്നവർക്ക് സ്കൂളിൽ പ്രവേശനമില്ല, എല്ലാം അറിയുന്നവരോ അവർക്ക് ഒരു പണിയെടുക്കില്ല. അപ്പോഴാണ് ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയത്. എങ്ങനെയാ? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതുകൊണ്ടും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ദർശനമുണ്ട്. എന്താണത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താ കരംചന്ദ്? കർമ്മം, ഗ്രാഫ് വരയ്ക്കും എക്സാ, ചിന്ത വയ്യ, കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധി. എക്സും വൈയും ചേരുന്നതാണ് ഈ പ്ലസ്. കേട്ടോ, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഈ പ്ലസ് ചിഹ്നം ഇല്ലല്ലേ, എ പ്ലസ് വേണ്ടേ? പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും അധ്വാനവും പഠനവും. ഇതാണ് പ്ലസ്. ആ പ്ലസ് കുട്ടികളിൽ ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികൾ മരിക്കുന്നവരെ എന്തല്ലോ തിന്നു കുടിച്ചിങ്ങനെ രസിച്ചു പോക്കാൻ പോയാ പോരാ. നമുക്ക് പല പേരുണ്ട്, പക്ഷെ മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ. എന്ത്? ഒന്നിക്ക് മയ്യത്ത് അല്ലേ ശവം. എന്നാ കോഴീന്റെ ഭാഗ്യം നോക്കിയാട്ടെ. മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ. മരിച്ചാൽ 28 പേരില്ലേ കോഴിക്ക്? എന്റെ അറിവിൽ 28 പേരുണ്ട് മരിച്ചാൽ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ ചില്ലി, ഇങ്ങനെ 28 പേരുള്ള കോഴിയുണ്ട്. ഈ കോഴികളെ തേടി നടക്കൽ മാത്രമല്ല ജീവിതമെന്ന് യുവാക്കളോട് പറഞ്ഞു കൊടുക്കണം. പുതിയ പുതിയ സത്യങ്ങൾ കണ്ടെത്തണം. എല്ലാ മതങ്ങളും പറഞ്ഞത് സത്യത്തെ അന്വേഷിക്കണമെന്ന, സത്യമതമെന്നാ പറയപ്പെടുന്നത്. ആ പുതിയ സത്യങ്ങളിലേക്ക് പോകാൻ കുട്ടികളുടെ ബുദ്ധിയുടെ നിരന്തര വികാസം ഉണ്ടാവണം. ആ ബുദ്ധി വളരുമ്പോൾ മനസ്സും വളരണം. ബുദ്ധി വളർത്താൻ വിദ്യാലയം, മനസ്സ് വളർത്താൻ കുടുംബം. ആ കുടുംബവും വിദ്യാലയവും ഒരുമിച്ച് ചേർന്നാലേ നല്ല മനുഷ്യരുണ്ടാവും. അല്ലാതെ കുറെ മാർക്ക് വാങ്ങി, കുറെ ശമ്പളം വാങ്ങിയത് കൊണ്ട് മനുഷ്യക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നില്ല. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് അസോസിയേഷനിലെ ഓണർമാര്, അവരുടെ ജീവിതം നേരം പുലരുമ്പോൾ പോയിട്ട് പാതിരക്ക് വരുന്നവരാണ്. അവർക്ക് ടെൻഷൻ അടിച്ചിട്ടാ വരിക. ചെന്ന് കയറുമ്പം തന്നെ നിങ്ങൾ അറിയോ നിങ്ങളെ മോന്റെ വിശേഷം തോട്ടങ്ങും ചൊറിയാൻ. വീട്ടിൽ വരുന്ന ഒരു സമാധാനത്തിന് അവിടെ വരുമ്പം പറയരുത്. വരുമ്പം കൊണ്ടുവന്ന പാക്കറ്റ് പാർസൽ എന്താന്ന് വാങ്ങി, പാർസൽ കണ്ട ഉടനെ ഇതാ അടുത്തിന് വേറെ ഒന്നും കിട്ടിയിട്ടില്ലേ എന്ന നെഗറ്റീവ് പറയരുത്. കൊണ്ടുവന്ന് എന്താ നോക്കുക, അത് സ്വീകരിക്കുക. എന്നിട്ട് ഒരുമിച്ചിരുന്ന് കുളിച്ച് വർത്തമാനമെല്ലാം പറഞ്ഞിട്ട് പരാതികൾ പറയുന്നത് പിന്നീടാകാം. വന്ന് കയറുമ്പം പരാതി പറയരുത്. മക്കളോട് ഭീഷണിപ്പെടുത്തരുത്. അച്ഛനിങ്ങ് വരട്ടെ, ഉപ്പയിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഉപ്പയും അച്ഛനും ആരാ കുട്ടികൾക്ക്? ഒരു ഭീകരവാദി. നോ, ഉപ്പയും അച്ഛനും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ ഉപ്പ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, സന്തോഷം വേണം.
അല്ലാതെ ഉപ്പ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബിന്ദ്രംപാല വരുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. വന്ന ഉടനെ ബഹളമുണ്ടാവരുത്. അവിടെ ഒത്തുചേരുക, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പരാതികൾ അവസാനം പറയുക, ആദ്യം തന്നെ പറയരുത്. കുടുംബത്തെയും തൻ്റെ തൊഴിലിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. റെസ്റ്റോറന്റ് ഓണർമാരോട് എനിക്ക് ഒറ്റൊരു അഭ്യർത്ഥനയും പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്താം. നമുക്ക് പറ്റുന്ന, മലയാളികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്തെന്നറിയോ? പറ്റിദ്ധം വിഡ്ഡിപ്പോവുക. അറിയാവോ? മലപ്പുറം ജില്ലയിൽ ആ ഭാഷ അറിയില്ല അല്ലേ? ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കറിയാം പറ്റിദ്ധം വിഡ്ഡിപ്പോവുക എന്താന്ന്. എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ അപ്പുറം ഇപ്പുറവും മാറ്റി പറയുന്നൊരു, എന്നിട്ട് തെറി പറയുന്നൊരു സ്വഭാവമുണ്ട് അവിടെ. അതിലൊന്നാണ് വിഡ്ഢിത്തം പറ്റിപ്പോവുക എന്നതിന് പറ്റിദ്ധം വിഡ്ഡിപ്പോവുക എന്ന് പറയും. എന്താ? വീട്ടിലെത്തുമ്പോൾ ഹോട്ടലിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കും, ഹോട്ടലിൽ ഇരിക്കുമ്പോൾ വീട്ടുകാരി ആലോചിച്ച് ടെൻഷൻ അടിക്കും. ഇതാണ് പറ്റിദ്ധം വിഡ്ഡിപ്പോവുക. മനസ്സിലായി? ഹോട്ടലിലെത്തുമ്പോൾ പൂർണ്ണമായി ഹോട്ടലിൽ ശ്രദ്ധിക്കുക, പൂർണ്ണമായി അർപ്പിക്കുക. വീട്ടിലെത്തുമ്പോൾ ഹോട്ടലിലെ കാര്യം അതങ്ങ് വിട്ടേക്കുക, വീട്ടുകാര്യങ്ങൾ പൂർണ്ണമായി മുഴുകുക. അല്ലാതെ ഇവിടെ എത്തിയ അവിടെയും അവിടെ എത്തിയ ഇവിടെയുമുള്ള കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ സമാധാനപൂർണമായി തൻ്റെ തൊഴിൽ കൊണ്ടുപോവുക. അവിടെ ഒരു ചെറിയ, എത്ര വലിയ ഹോട്ടലായാലും ഒരു കുസ്നിക്കാരന്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ പിഴ മതി നമ്മുടെ സകല വരുമാനവും പോകാൻ. ഒരു ചെറിയ ഭക്ഷ്യവിഷബാധയുണ്ടായാൽ മതി, ഒരു പുതിയ റെയ്ഡ് ഉണ്ടായാൽ മതി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, അല്ലാതെ തമാശക്കളിയല്ല ഹോട്ടൽ നടത്തിക്കൊണ്ടുപോക്ക്. വളരെ ശ്രദ്ധിച്ച്, വളരെ വൃത്തിയോടുകൂടി, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന മര്യാദ. ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടുത്തെ സപ്ലയർമാർക്കും അവിടുത്തെ മേശക്കിരിക്കുന്ന കൗണ്ടറിലിരിക്കുന്ന ആൾക്കും വന്നു കയറുന്നവരെ കസ്റ്റമർ ഈസ് ദി കിങ്, ഗുണഭോക്താവ് രാജാവാണ്, അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തുന്ന മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഈ തൊഴിൽ, നിങ്ങളുടെ വ്യവസായം ആനന്ദത്തോടു കൂടി ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇതൊരു ബാധ്യതയാവരുത്. ഇതെങ്ങനെയല്ലോ നടത്തിപ്പോട്ടെ എന്ന് വേണ്ട, ആനന്ദത്തോടെ രസകരമായി ചെയ്താൽ നിങ്ങളുടെ കച്ചവടത്തിൽ ലാഭവും കൂട്ടത്തിൽ മനസ്സിന് ആനന്ദവും കിട്ടും. അത്തരത്തിൽ നല്ല രസകരമായ ഒരു കുടുംബജീവിതവും നല്ല തൊഴിൽ ജീവിതവും നിങ്ങൾക്കുണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു, ഞാനിനി നീട്ടുന്നില്ല. ഈ ഒരു മഹത്തായ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയിലെ ഏറനാടൻ താലൂക്കിലെ, പണ്ടത്തെ ഏറനാടൻ താലൂക്കിലെ രാജ്യസ്നേഹികളുടെയും പ്രതികരണശേഷിയുള്ളവരുടെയും നാട്ടിലെ ഈ അസോസിയേഷന്റെ ഈ സമ്മേളനത്തിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോടും, ഉച്ചവർക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞിട്ടും ഉറങ്ങാതെ എൻ്റെ ക്ലാസ് കേട്ടതിന് നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.